ഹലോ. ഡെയിലി മദ്യപിക്കുന്ന ക്രോണിക് ഡ്രിങ്കേഴ്സിൽ അവരുടെ തലച്ചോറിനെ ബാധിക്കുന്ന ഒരു രോഗാവസ്ഥയാണ് വെർണിക്കൽ കോർസക്കോഫ് സിൻഡ്രോം. ഇതിൽ വെർണിക്കൽ സിൻഡ്രോം എന്താണെന്ന് നമുക്ക് നോക്കാം. ഡെയിലി മദ്യപിക്കുമ്പോൾ അത് തൈമിൻ ഡെഫിഷ്യൻസി അല്ലെങ്കിൽ വിറ്റാമിൻ B1 ഡെഫിഷ്യൻസിക്ക് കാരണമാകുന്നുണ്ട്. ഈ തൈമിൻ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ കഴിക്കുന്ന ആഹാരത്തെ എല്ലാം എനർജിയായിട്ട് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ് തൈമിൻ്റെ ഉത്തരവാദിത്വം. നമ്മുടെ തലച്ചോറിലെ കോശങ്ങൾക്ക് എനർജി ആവശ്യമാണ്. തൈമിൻ ഡെഫിഷ്യൻസി ഉള്ളതിനാൽ തലച്ചോറിലെ കോശങ്ങൾക്ക് പ്രവർത്തിക്കാൻ ആവശ്യമുള്ള എനർജി ലഭിക്കുന്നില്ല. രണ്ടാമതായിട്ട്, മദ്യപിക്കുന്ന വ്യക്തികളിൽ ഫുഡ് ഇൻടേക്ക് വളരെ കുറവായിരിക്കും. അവർ കഴിക്കുന്ന ഫുഡ് വളരെ കുറവായിരിക്കും. ഇതും ഇതേ പ്രശ്നത്തിന് കാരണമാകുന്നുണ്ട്. മൂന്നാമതായിട്ട്, മദ്യപിക്കുമ്പോൾ തലച്ചോറിലേക്കുള്ള രക്തഓട്ടവും ഓക്സിജന്റെ അളവും വളരെ കുറയുന്നതിനും ഇതിനെ നമ്മൾ ബ്രെയിൻ ഇസ്കീമിയ എന്നൊക്കെ വിശേഷിപ്പിക്കാറുണ്ട്. ഇത് സെൽ ഡാമേജിന് കാരണമാകുന്നുണ്ട്. ഈ അവസ്ഥയിലുള്ള വ്യക്തികൾക്കുണ്ടാകുന്ന രോഗാവസ്ഥയാണ് ഈ വെർണിക്കൽ സിൻഡ്രോം. ഈ രോഗാവസ്ഥയുള്ളവർ ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിലായിരിക്കും. കാര്യങ്ങൾ തീരുമാനിക്കാൻ അവരെ കൊണ്ട് സാധിക്കില്ല. രണ്ടാമതായിട്ട്, അവർ കാണുന്ന കാഴ്ചകളൊക്കെ രണ്ടായിട്ട് കാണുന്നു. ഡുവൽ വിഷൻ അല്ലെങ്കിൽ ഒഫ്താനോമോൾഫീജിയ എന്നൊക്കെ ഇതിനെ വിശേഷിപ്പിക്കാറുണ്ട്. മൂന്നാമതായിട്ട് ഇവർക്കുണ്ടാകുന്ന അവസ്ഥയാണ് അൻടാക്സിയ. ശരീരത്തിൻ്റെ മൂവ്മെൻറ്റ്സ് കൃത്യമല്ലാതാകുക, അല്ലെങ്കിൽ സംസാരിക്കുമ്പോൾ കുഴയുക, ഇതുപോലുള്ള അവസ്ഥകളൊക്കെ ഇവർക്കുണ്ടാകാറുണ്ട്. അപ്പോൾ ഈ വെർണിക്കൽ സിൻഡ്രോം ഉള്ള വ്യക്തികൾ തുടർന്ന് മദ്യപിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്കിൽ, മദ്യപാനം അവരെ കൊണ്ട് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല എങ്കിൽ ഇതിൻ്റെ സെക്കൻഡ് സ്റ്റേജിലേക്ക് കടക്കുന്നു, കോർസക്കോഫ് സിൻഡ്രോം. ഈ സിൻഡ്രോം വ്യക്തികളിൽ ഉണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമാണ് മെമ്മറി ലോസ്, അംനീഷ്യ അല്ലെങ്കിൽ ആൻഡ്രോഗേഡ് അംനീഷ്യ, പഴയ കാര്യങ്ങൾ എന്നേക്കുമായി മറന്നു പോകുന്ന ഒരവസ്ഥ. രണ്ടാമതായിട്ട് ഇവർക്കുണ്ടാകുന്ന അവസ്ഥയാണ് കോൺഫാബുലേഷൻ. എന്തെങ്കിലും ഒരു കാര്യം പറയാൻ ശ്രമിക്കുമ്പോൾ അത് മറന്നു പോവുകയാണെങ്കിൽ ആ മെമ്മറി ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്നതിന് വേണ്ടി അൺകോൺഷ്യസ്ലി ഇവർ ചില ഫാബ്രിക്കേറ്റഡ് സ്റ്റോറീസ് പറയും. മൂന്നാമതായിട്ട് ഇവർക്കുണ്ടാകുന്ന അവസ്ഥയാണ് സൈക്കോസിസ് പോലെയുള്ള മാരകമായ മാനസിക രോഗാവസ്ഥകൾ. ഇതിനെല്ലാം കാരണമാകുന്നത് തൈമിൻ ഡെഫിഷ്യൻസിയാണ്. പലപ്പോഴും ഈ വിഡ്രോവൽസിൻ്റെ ഫോർത്ത് സ്റ്റേജായ അല്ലെങ്കിൽ ഹയസ്റ്റ് സ്റ്റേജ് എന്ന് വിശേഷിപ്പിക്കാവുന്ന DT അല്ലെങ്കിൽ ഡെലീറിയം ട്രെമൻസ് പോലെയുള്ള അവസ്ഥകളിൽ ഈ തൈമിൻ ഇഞ്ചക്ഷൻ എടുക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു റീസണും ഇത് തന്നെയാണ്. മദ്യപാന സംബന്ധമായ അല്ലെങ്കിൽ ഡ്രഗ്സിൻ്റെ ഉപയോഗം സംബന്ധമായ സംശയങ്ങൾക്ക് നിങ്ങൾക്ക് ഞങ്ങളെ വിളിക്കാവുന്നതാണ്. താങ്ക് യു.